കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി കല്യാശ്ശേരി മണ്ഡലത്തിലും ആരംഭിച്ചു. പുതിയങ്ങാടിയിൽ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ദിനംപ്രതി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് തീരത്തെത്താറുള്ളത്. ഒപ്പം കടൽക്കരയിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വേറെ. ഇതിന് മാറ്റം വരുത്താൻ കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായാണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലം തല ഉദ്ഘാടനം പുതിയങ്ങാടിയിൽ എം വിജിൻ MLA നിർവഹിച്ചു. കടലോരങ്ങളും സുന്ദരമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശുചിത്വം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായി നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുക. അത് വിവിധ വകുപ്പുകൾ അത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്നുകൊണ്ടാണ് ഫിഷറീസ് വകുപ്പ് ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു ക്യാമ്പയിൻ കടലും കടൽ തീരവും ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയമായ ഒരു കൂട്ടായ്മ തയ്യാറാക്കുന്നത്. സംസ്ഥാനത്തുടനീളം മുഴുവൻ തീരപ്രദേശങ്ങളിലും ഇന്ന് ഈ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്, ഒരു വലിയ വിജയമായി തീരുകയാണ്. പദ്ധതിയുടെ ഭാഗമായി മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിലെ ചൂട്ടാട് മുതൽ മാട്ടൂൽ സൗത്ത് വരെയുള്ള കടൽ തീരത്തെ 12 ആക്ഷൻ പോയിന്റുകളായി തിരിച്ച് വോളണ്ടിയർമാരെ സജ്ജരാക്കിക്കൊണ്ട് ശുചീകരിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ P പ്രഭാഷ് ലാൽ, P ജമീല, റഷീദ ഒടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.